നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടക്കുകയാണ്. ഇതിൽ മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബർണിയ, ഇസ്രയേലിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസി ഡയറക്ടർ റോണൻ ബാർ, നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഓഫിർ ഫാൽക്ക എന്നിവർ ഉൾപ്പെടെയുള്ള ഉയർന്ന തലത്തിലുള്ള ഇസ്രയേലി പ്രതിനിധി സംഘം ഉൾപ്പെടുന്നുണ്ട്. ട്രംപ് പ്രതിനിധി സ്റ്റീവ് വെറ്റ്കോഫും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ബൈഡൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് നിർണായക വഴിത്തിരിവുണ്ടായത് എന്നാണ് പറയുന്നത്. ട്രംപ് ഭരണമേൽക്കുമ്പോൾ അമേരിക്കൻ അംബാസിഡറാകുന്ന വിറ്റ്കാഫ് ഇസ്രയേൽ പ്രതിനിധികളെ അനുനയിപ്പിച്ചപ്പോൾ ഹമാസ് സംഘത്തോട് സംസാരിച്ചത് ഖത്തർ പ്രധാനമന്ത്രിയാണ്. അമേരിക്കയും ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് ഒരു വർഷമായി നടന്നുവരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഇതുവരെ കാര്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ മധ്യസ്ഥ ശ്രമം ഉപേക്ഷിച്ച് പിന്മാറുക വരെ ചെയ്ത ഖത്തർ അമേരിക്കയിലെ ഭരണമാറ്റത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. ബൈഡൻ സ്ഥാനമൊഴിയുന്ന ദിവസമോ അതിനു തലേന്നോ കരാറാകാൻ സാധ്യതയുള്ളതായാണ് നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. ഇതേസമയം യഹ്യ സിൻവാറിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന ഹമാസിന്റെ ആവശ്യം ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് നെതന്യാഹു അസന്ദിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ലെബനനിൽ ഉള്ളതുപോലെ ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇസ്രയേൽ പറയുന്നത് ഇസ്രയേൽ കരാർ ഉണ്ടാക്കിയത് ഹിസ്ബുള്ളയുമായല്ല, മറിച്ച് ലെബനൻ സർക്കാരുമായാണ്. അതുപോലെ തന്നെ ഹമാസുമായുള്ള കരാറല്ല, മറിച്ച് ഫത്തേ പാർട്ടിയുമാണ് വ്യവസ്ഥ ഉണ്ടാക്കുന്നത് എന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കണമെന്ന കാര്യത്തിൽ ഇസ്രയേൽ നിലപാട് ശക്തമാക്കിയിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിനും തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പറയുന്നു. നിലവിൽ നടക്കുന്ന ചർച്ചകൾ ഏറെ ഗൗരവപൂർവ്വം തന്നെയാണ്, ഒപ്പം ആഴത്തിലുള്ളതും. ഇതിൽ നിർണായക പുരോഗതിയുണ്ട്. ഹമാസുമായി അടുത്ത ഒരു പലസ്തീനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഇക്കാര്യം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതൊരു കരാറിനെയും തങ്ങൾ ശക്തമായി എതിർക്കുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രയേലിന്റെ കടുത്ത വലതുപക്ഷ നേതാവായ ധനകാര്യമന്ത്രി ബെസാലെൽ സ്മോട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ ദേശസുരക്ഷയെ അട്ടിമറിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്നും സ്മോട്രിക്ക് എക്സിൽ കുറിച്ചു. കീഴടങ്ങാനുള്ള ധാരണാ ചർച്ചകളിൽ തങ്ങൾ ഭാഗമാകില്ല എന്നും വലതുപക്ഷം പറയുന്നു. അപകടകാരികളായ ഭീകരരെ മോചിപ്പിക്കാനുള്ള ധാരണയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നും എടുത്തു പറയുന്നുണ്ട്. യുദ്ധം നിർത്തുന്നത് പലരുടെയും ചോരയ്ക്ക് പകരം ചോദിക്കുന്നത് അവസാനിപ്പിക്കലാണ്. തങ്ങളുടെ പല ആളുകൾ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനാകില്ല എന്നാണ് തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാട്. ഇപ്പോൾ തങ്ങളുടെ ഉദ്യമം കടുപ്പിക്കാനുള്ള വേളയാണ്. ലഭ്യമായ എല്ലാ സേനകളെയും ഉപയോഗിച്ച് തങ്ങൾ ഗാസ മുനമ്പ് ശുദ്ധീകരിക്കുമെന്നും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ എന്തും ആരോടും മുഖം നോക്കാതെ തുറന്നടിക്കുന്ന ആളാണ് സ്മോട്രിക്ക്. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ഇദ്ദേഹം എന്നും എതിർത്തിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. നെതന്യാഹു മന്ത്രിസഭയിലെ ഭിന്നതകൾ കൂടിയാണ് ഈ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നതും. സമ്പൂർണമായി ഇസ്രയേൽ സർക്കാർ ഗാസയിൽ നിന്നും പിന്മാറണമെന്ന് ഹമാസ് ആവശ്യം ഒരു കാരണവശാലും നടപ്പിലാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതേസമയം ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് അയച്ചിട്ടുള്ളത്. ജെറുസലേമിലും ടെല്ലവീവിലും മിസൈലുകൾ പതിച്ചു. അതിതീവ്ര പ്രഹരശേഷിയുള്ള മിസൈലുകൾ തൊടുത്തതോടെ ഇസ്രയേലിനോട് വീണ്ടും ഒരു യുദ്ധത്തിന് ഹൂതികൾ ഒരുങ്ങുന്നു എന്ന സൂചനയും പുറത്തുവരുന്നു. ഇറാൻ നിർമ്മിത മിസൈലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പലസ്തീൻ 2 ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രയേലിനു നേരെ ഹൂതികൾ വിക്ഷേപിച്ചത്. കൂടാതെ 4 ഡ്രോണുകളും ഇസ്രയേലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ഇവയെ പ്രതിരോധിക്കുകയും ചെയ്തു. ഇത് വെസ്റ്റ് ബാങ്ക്, ജോർദാൻ താഴ്വര, അഫുല ഏരിയ, ബേറ്റ് ഷിയാൻ എന്നിവയ്ക്ക് സമീപമുള്ള നിരവധി കമ്മ്യൂണിറ്റികളിൽ അപായ സൈറൻ മുഴങ്ങിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് ശേഷം രണ്ടാമത്തെ മിസൈൽ വിക്ഷേപിച്ചു. ജനുവരി 14 പുലർച്ചെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ടെല്ലവീവിലെ ബെൻഗൂരിയോൺ വിമാനത്താവളത്തിൽ ചെറിയ തടസ്സങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ഹൂതി സേന വിക്ഷേപിച്ച ഡ്രോണിനെ ഇസ്രയേൽ തടഞ്ഞ സംഭവത്തെ തുടർന്നാണ് മിസൈൽ വിക്ഷേപണം ഉണ്ടായിട്ടുള്ളത്. ടെല്ലവീവിലെ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ സുപ്രധാന ലക്ഷ്യത്തിൽ പതിച്ചതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സരിയ ഹൂതി നടത്തുന്ന അൽ മസീറ TVയിലാണ് പ്രഖ്യാപിച്ചത്. സരിയ ഓപ്പറേഷൻ വിജയകരമാണെന്ന് പറഞ്ഞതിനോടൊപ്പം നഗരത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ 4 ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി. ഇതോടെ ഹുദൈദ, റാസിസ തുറമുഖങ്ങളിലേക്ക് ഇസ്രയേൽ ആഞ്ഞടിക്കുന്നു.
ഹൂതികളുടെ നട്ടെല്ല് തകർക്കാനായി തന്നെയാണ് ഹുദൈദ തുറമുഖത്തിലേക്ക് 5 തവണയായി ആക്രമണം നടത്തിയിട്ടിരുന്നത്. ഇപ്പോഴും ഇസ്രയേൽ ഹുദൈദ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം തുടരുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.